Hello guys, welcome back to my channel. It's Ab. അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അബ്ദു. ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് അപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്ത് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നിയോൺ പാർട്ടി ലുക്കാണ്. അപ്പോൾ കൂടുതൽ ലൈക്ക് അടിക്കുന്ന ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ബേസ് മേക്കപ്പ് ഫുള്ളും ഓഫ് ക്യാമറ പോയി ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് നിയോൺ പരിപാടിയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺസീലർ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കൺസീലർ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷനിൽ ഒരു ലൈൻ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ബ്രഷ് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് സ്മഡ് ചെയ്യാൻ വേണ്ടി ഫിംഗേഴ്സ് വെച്ചൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അത്ര ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നർ കോർണറിൻ്റെ ആ പോർഷനിൽ മുകളിലോട്ടേക്ക്, അതായത് നമ്മുടെ 2/4 ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ അതേപോലെ കൺസീലർ ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഫിംഗേഴ്സ് വെച്ചൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഐബോളിൻ്റെ മിഡിലൂടെ ക്രീസ് കട്ട് ചെയ്ത് ഫോർഹെഡ് വരെ ചെയ്യണം. അത്രയും ആ പരിപാടി ഇവിടെ തീർന്നു. ഓക്കെ, നമ്മൾ ഐ ഷാഡോയിലോട്ട് പോകുമ്പോൾ ഐ ഷാഡോ നമ്മൾ ഏകദേശം ആദ്യം പിങ്ക് വെച്ച് ട്രൈ ചെയ്തു, ബട്ട് അത് അത്രയും എഫക്റ്റ് ആയില്ല. ഇനി ഞാൻ മിസ്സലീനിയസ് ബ്ലൂ മെറ്റാലിക് ഷെയ്ഡ് എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ മേലെ പാക്ക് ചെയ്തിട്ട് ടു ആൻഡ് ഫ്രോത്ത് ചെയ്തിട്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മളൊരു കൺസീലർ എടുത്തിട്ട് നമ്മൾ എഡ്ജസ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കിൻ കളർ അത് സെയിം കളർ അതായത് സെയിം ടോണിലുള്ള കൺസീലർ എടുത്തിട്ട് നമ്മളുടെ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണുന്ന പോർഷനൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളത് സ്കിന്നിലോട്ട് നന്നായിട്ട് സ്പഞ്ച് വെച്ചിട്ടും ബ്രഷ് വെച്ചിട്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് കുറച്ചും കൂടെ ഇനി ഡെപ്ത് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലാക്ക് കളർ എടുത്തിട്ട് നമ്മുടെ ഔട്ടർ കോർണർ ഉണ്ടല്ലോ, അതിൻ്റെ ഔട്ടർ കോർണറിലും ഒരു 2.5 ശേഷം ഫോർഹെഡ് വരെ ചെയ്യണം. എന്നിട്ട് അത് നന്നായിട്ട് സ്മോക്ക് ഔട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഒരു പെർഫെക്ഷൻ വരുള്ളൂ. കൂടാതെ നിയോൺസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എപ്പോഴും നിയോൺ പെയിൻസിൻ്റെയോ നിയോൺ വാൾപേപ്പറിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മോസ്റ്റ്ലി 90% ബ്ലാക്ക് തന്നെ ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഡയമെൻഷനും ആ ഒരു ഡെഫിനിഷനും കിട്ടുള്ളൂ, ഡീറ്റെയിൽസും കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ബ്ലാക്ക് കളർ തന്നെ ഉപയോഗിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത്, അതായത് നിയോൺ താഴ്ഭാഗത്ത് കൺസീലർ ഉപയോഗിച്ച ഭാഗങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ഇനി കുറച്ചും കൂടെ ഡെഫിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളർ ഐ ഷാഡോ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമല്ലോ, ഷാഡോ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളിനി വൈറ്റ് കളർ, ഇത് ബോഡി കളറാണ്. ഇതിൻ്റെ പേര് ആക്ച്വലി അത് അറബിയിലാണ് എഴുതിയത്, കാരണം എനിക്കത് വായിക്കാനൊന്നും ആയില്ല. അപ്പോൾ ഇത് വെച്ച് നമ്മൾ നമ്മൾ ബ്ലൂവിൻ്റെ മിഡിലായിട്ട് വരക്കുക. അപ്പം ഒരു വൈറ്റ് ബീമിൻ്റെ ഉള്ളിൽ നിന്ന് കളേഴ്സ് അമേജ് ചെയ്യണം, മതി എഫക്റ്റ് കിട്ടും. കണ്ണിന്റെ നമ്മുടെ ഐ ഷാഡോസിന്റെ മെയിൻ ഐ ഡീറ്റെയിൽസ് കഴിഞ്ഞു. നമുക്ക് ലിപ്പാണ് ചെയ്യാനുള്ളത്. അപ്പൊ ലിപ്പ് ചെയ്യുന്നത് നമ്മളൊരു സ്കെൽട്ടൺ മാതിരിയാണ് ചെയ്യാൻ പോകുന്നത്. സ്കെൽട്ടൺ അല്ല, എന്താ പറയുക, നമ്മുടെ സ്കെൽട്ടന്റെ ഉണ്ടാവുന്ന മാതിരി ഇങ്ങനെ ഒരു പിന്നെ കുറേ ലൈൻസ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നർ കോർണേഴ്സ് നിന്ന് 2 സൈഡിലോട്ടും നമ്മൾ ഈ കോണ്ടോർ ഹോൾ ഉണ്ടല്ലോ, അതുപോലെ ഈ ചീക്ക് ഹോൾ ആ ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക കൺസീലർ. അതിനുശേഷം ലിപ്പിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി സ്കള്ളിൽ ഉണ്ടാവുന്ന മാതിരി കുറച്ച് ടീത്താണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് വെർട്ടിക്കൽ ലൈൻസ് ഈ വരച്ചിരിക്കുന്ന ലൈൻസിന്
വെർട്ടിക്കലായിട്ട് കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കാം. അപ്പോൾ അത്രയും ആകുമ്പോൾ നമ്മുടെ ബേസ് ഏകദേശം റെഡിയായി. ഇനി അതിന് മേലെ പാക്ക് ചെയ്ത് കൊടുക്കുക. പാക്ക് ചെയ്യുമ്പോൾ ഒരു 3 ലെയേഴ്സോളം പാക്ക് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു എഫക്റ്റ് കിട്ടും. കാരണം നമ്മുടെ നിയോണിൻ്റെ ഒരു എഫക്റ്റ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. എന്നിട്ട് പാക്ക് ചെയ്യുക, ടു ആൻഡ് ഫ്രോ ചെയ്തിട്ട് ഫുൾ നമ്മൾ എവിടേക്കാണോ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് അവിടെ മൊത്തം ഫിൽ ചെയ്യുക. ഇനി നമുക്ക് ഈ ബ്ലൂ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻ കുറച്ചും കൂടെ ഡെപ്ത് തോന്നാൻ വേണ്ടിയിട്ട് നമ്മളിനി എന്ത് ചെയ്യുക, കുറച്ച് ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം ഫുള്ളും നമ്മൾ വേണ്ട രീതിയിലേക്ക് ബോർഡർ ചെയ്യാം. അതിന് ശേഷം മാത്രം സ്മഡ്ജ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇനി ഒരു ബ്ലാക്ക് ഐ ഷേഡ് വെച്ചിട്ട് താഴ്ഭാഗത്ത് ഈ ബ്ലാക്ക് എല്ലാം ഒന്ന് സ്മോക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം വി ഗെറ്റ് ഒരു കൂൾ ഓംബ്രെ ലുക്ക് കിട്ടും. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഇനി നമ്മുടെ വൈറ്റ് കളർ നന്നായിട്ട് ഈ ബ്ലൂവിൻ്റെ മിഡിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിയോൺ ഈസ് കംപ്ലീറ്റ്ലി ഫിനിഷ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഫിനിഷിംഗ് ടച്ചാണ്. അപ്പോൾ ഫുൾ ബ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം വൈറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബ്ലൂവിന് ഇച്ചിരി സ്പേസ് കുറവുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഭാഗത്തിൽ ഒന്നും കൂടെ ബ്ലൂ ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തിട്ട് ലുക്ക് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യാം. Neon look into all total complete finished look. അപ്പോൾ hope you guys like this video. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇതിന്റെ കമന്റ് നിങ്ങൾക്ക് എന്താണ് ഫീഡ്ബാക്ക് എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടാതെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫീഡ് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ see you in my next video. Bye bye.